സമ്മാനാർഹമായ ഓണം ബമ്പർ ലോട്ടറി വിറ്റ ഏജന്റ് ലതീഷിനെ നമ്മൾ നേരത്തെ കണ്ടില്ലേ. ലതീഷിന് ഒരു കഥയല്ല, ഒരു ഒന്നൊന്നര കഥ കൂടി പറയാനുണ്ട്. 3 മാസം മുൻപ് 1 കോടി രൂപ ലോട്ടറി അടിച്ച ഭാഗ്യവാനെ കണ്ടെത്താൻ ലതീഷ് നടത്തിയ അന്വേഷണത്തിന്റെ കഥയാണത്. വിവരാവകാശം നൽകിയടക്കം ശ്രമിച്ചെങ്കിലും ആളെ കണ്ടെത്താനായില്ല. ഒന്നും ആഗ്രഹിച്ചിട്ടല്ലെന്നും ആളെ അറിഞ്ഞാൽ ഒന്ന് അഭിനന്ദിച്ചാൽ മാത്രം മതിയെന്നും ലതീഷ് പറയുന്നു. ഷാബാസ് അഹമ്മദിന്റെ റിപ്പോർട്ട്. 25 കോടി സമ്മാനം നേടിയ ഓണം ബമ്പർ ടിക്കറ്റ് വിറ്റ ഏജന്റായ ലതീഷ് ചേട്ടനാണ് കൂടെയുള്ളത്. ലതീഷ് ചേട്ടന് മറ്റൊരു ഒന്നാം സമ്മാനത്തിന്റെ കഥ കൂടി നമ്മളോട് പങ്കുവെക്കാനുണ്ട്. 3 മാസം മുൻപാണ് ലതീഷ് ചേട്ടൻ വിറ്റ ഒരു ടിക്കറ്റിൽ, ഡെയിലി ടിക്കറ്റിൽ ഒന്നാം സമ്മാനമായ 1 കോടി രൂപ അടിച്ചത്. ബാക്കി കഥ ലതീഷ് ചേട്ടൻ തന്നെ പറയും. എന്തായിരുന്നു അന്ന് പിന്നെ സംഭവിച്ചത്? ജൂലൈ 3-ാം തീയതി അടിച്ചതാണ്. ഇതുവരെ ആ ടിക്കറ്റ് മാറി, പക്ഷെ ആള് ഇതുവരെയും വെളിച്ചത്ത് വന്നിട്ടില്ല. ആള് ഒരു സെക്യൂരിറ്റിക്കാന്നും പറഞ്ഞ് ഒരാൾക്ക് അടിച്ചെന്നും പറഞ്ഞ് ഇവിടെ മുഴുവൻ നാട് മുഴുവൻ പറഞ്ഞ് സെക്യൂരിറ്റിക്കൊക്കെ അടിച്ചതെന്നും പറഞ്ഞ് ആളുടെ ഇതുവരെ ടിക്കറ്റ് മാറിയതായിട്ട് നമുക്കറിയാൻ പറ്റി. അതെങ്ങനെയാണ് അറിഞ്ഞത്? നമുക്ക് 10 രൂപ അടച്ചാൽ അറിയാമല്ലോ ഇത്. പക്ഷെ ആളുടെ വിവരാവകാശം കൊടുത്തിട്ടാണ് അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞിട്ടുണ്ട്. അതൊരു വക്കീൽ വഴിയാണ് അറിഞ്ഞത് ഞാനത്. കാരണം വേറെ ഒന്നുമല്ല, വേറെ അറിയാൻ വേണ്ടിയിട്ട്, ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമുക്ക് മാത്രം അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് അറിഞ്ഞിട്ടില്ല. ആളാരാണെന്ന് അറിയാൻ വേണ്ടി അന്വേഷണം നടത്തി. അന്വേഷണം നടത്തിയായിരുന്നു. അത് ഇവിടെ ആല് പറഞ്ഞ് ചന്ദ്രൂരുള്ള ആളാണ്, നെട്ടൂരുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു. ഇതുവരെ നമുക്ക് ആളെ കിട്ടിയിട്ടില്ല. ആള് ഇരുട്ടത്താണ് ഇപ്പോഴും. അതിന്റെ കമ്മീഷൻ കിട്ടിയോ? അതിൻ്റെ കമ്മീഷൻ കിട്ടി. അത് 3-ാം തീയതി അടിച്ച് രാത്രി 11 മണിയായപ്പോൾ എനിക്ക് അക്കൗണ്ടിൽ ക്യാഷ് കയറി. അത് 11,77,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ജൂലൈ 3-ാം തീയതി 11 മണിയായപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് കയറി. 3 മാസമായിട്ടും അയാളെ പറ്റി ഒരു സൂചന. എന്തുകൊണ്ടായിരിക്കും ആള് പുറത്തേക്ക് വരാത്തത്? ആ സാഹചര്യം അറിയാമല്ലോ, നമ്മുടെ നാടല്ലേ. നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ അവരും മനസ്സമാധാനമായിട്ട് ജീവിക്കും. പേടിപ്പിക്കലല്ല, അത് എനിക്ക് കുറച്ച് കാശ് വേണം, ഈ ഒരു സഹായം അഭ്യർത്ഥിച്ചു വരുന്നത്. അവരറിഞ്ഞു കൊടുക്കുക, ചോദിച്ചു വാങ്ങുക എന്നുള്ള സിസ്റ്റം അല്ല, അറിഞ്ഞു കൊടുക്കുക എന്നുള്ള സിസ്റ്റത്തിലേക്ക് ആൾക്കാർ പോയാൽ ഇതൊക്കെ എല്ലാവരും പുറത്തു വരും. അപ്പോൾ ആളാരാണെന്ന് അറിയണമെന്നൊരു ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്. നമ്മൾ ആഗ്രഹം മാത്രമേ ഉള്ളൂ. എനിക്ക് അയാളുടെ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ആഗ്രഹം പറയണമല്ല കേട്ടോ. ഒന്നും വേണ്ട എനിക്ക്. ഞാനിവിടെ 5000 അടിച്ചാൽ പോലും ഞാൻ ആരോടും ഒരാളും കമ്മീഷൻ മേടിക്കാറില്ല. ഞാനിവിടെ ടിക്കറ്റ് മാത്രം എടുക്കാനേ പറയുള്ളൂ. ഇപ്പോഴും ഈ പറഞ്ഞ 25 കോടി അടിച്ച ആൾ അറിഞ്ഞിട്ട് അയാളിൽ നിന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല, വെറുതെ ഒരു ഷെയ്ക്കാൻ അത്ര. ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ടോ ആരാണ്? ആളെ നമുക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ നമ്മൾ വരുത്തു ആളാം. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോകില്ല, എൻ്റെ കച്ചവടവും നടക്കില്ല. അതുകൊണ്ട് 12 മണിക്കുള്ളിൽ ആളെ നമ്മൾ കൊണ്ടുവരും. ഇന്ന് 3 മാസം മുൻപ് 1 കോടി രൂപ ഒന്നാം സമ്മാനം അടിച്ച ടിക്കറ്റിന്റെ ഉടമ ആർക്കാണ് കിട്ടിയതെന്ന കാര്യം ഇപ്പോഴും അറിയില്ല എന്നാണ് ലതീഷ് ചേട്ടൻ പറഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് ബിജീഷ് കുമാർ CP-ക്കൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.